കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഇഗ്നോ ഫോക്കസ് 4.0. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നോടെ മുൻകാല ചോദ്യ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. അപ്പൊ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് NCO 04 എന്ന് പറയുന്ന ഇൻഫോമിന്റെ ഒരു പേപ്പറാണ് നമ്മൾ ഇന്നിവിടെ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനായിട്ട് തന്നെ നമ്മളൊരു ഇൻഡെപ്ത് അനാലിസിസ് തന്നെ ഇതിന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ NCO 04 എന്ന് പറയുന്ന ഒരു പേപ്പർ നമുക്കറിയാം ബിസിനസ് എൻവയോൺമെന്റിന്റെ ഒരു പേപ്പറാണ് അല്ലെ. അപ്പൊ അതിനകത്ത് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് തന്നെ അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ അനാലിസിസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതും. അതേപോലെ ഈ ജൂണിൽ എക്സാം എഴുതാൻ പോകുന്ന 2025 എക്സാം എഴുതാൻ പോകുന്ന നിങ്ങളുടെ മുമ്പിലോട്ട് നമ്മൾ ഇതിന്റെ ട്രെൻഡും പാറ്റേണും എല്ലാം നോക്കിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ നന്നായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിലൂടെ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനും സാധിക്കും. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സിലബസ് മാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിലബസിലെ ഓരോ ബ്ലോക്കും യൂണിറ്റ് വൈസ് നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സാം പാറ്റേൺ നോക്കിയിട്ടുണ്ട്, ട്രെൻഡ് നോക്കിയിട്ടുണ്ട്. അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ഓരോ എക്സാമിനും വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഏതാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന പ്രയോറിറ്റി കുറവുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മളൊരു പ്രോബിലിറ്റിയും അതുപോലെ തന്നെ പ്രഡിക്ഷനും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം എങ്ങനെ നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഇതുവരെ ചോദിച്ചതിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെയൊക്കെ ഇനി അത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നും അതേപോലെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഇതിന്റെ കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും. പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി വരാൻ പോകുന്ന ജൂണിലെ 2025 നടക്കുന്ന ഈ ഒരു എക്സാമിന് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വരാം എന്നുള്ളത് നമ്മളൊരു പ്രോബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമ്മൾ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി ഇത്രയൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ടും പറയാനുള്ളത്. പിന്നെ ആൻസർ കീസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അല്ലെങ്കിൽ മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീയും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അത് അവൈലബിൾ ആവുന്നുണ്ടാവുക നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിനകത്താണ് നമുക്ക് അവൈലബിൾ ആക്കുന്നുണ്ടാവുക. ലേൺ വൈസിന്റെ ലേണേഴ്സിന് അത് അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് സിലബസ് മാപ്പിംഗ് ബ്ലോക്കിൽ യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും നമുക്ക് എക്സാം റിലവൻസോട് കൂടി തന്നെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. എനിക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാകുന്ന രൂപത്തിൽ തന്നെ നമ്മളിതൊരു ബാർ ചാർട്ട് രൂപത്തിലാണ് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2021 മുതൽ 24 വരെയുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കൊച്ചു നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത് 4ാമത്തെ ബ്ലോക്കിൽ നിന്നാണ്. 4ാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു ബ്ലോക്കിൽ നിന്നാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ചോദ്യം വരുന്നത്. അതേപോലെ തന്നെ തൊട്ട് പുറകിലായിട്ട് നിൽക്കുന്നത് നമ്മുടെ 1ാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള സോഷ്യോ പൊളിറ്റിക്കൽ എന്ന് പറയുന്ന ബ്ലോക്കിനകത്തും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. അതേപോലെ അതിന്റെ തൊട്ട് പുറകിലായിട്ട് നിൽക്കുന്നത് 2ാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള ലീഗൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ്. അതിന് പുറകിലാണ് നമുക്ക് 5ാമത്തെയും അതിന്റെ താഴെയാണ് നമുക്ക് 3ാമത്തെ ബ്ലോക്കും ചോദിച്ച് കാണുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമുക്കറിയാം ആകെ 5 ബ്ലോക്കുകളാണ് ഈ ഒരു പേപ്പറിനകത്ത് വരുന്നത്. അപ്പൊ ഇതിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് 4ാമത്തെ ബ്ലോക്കിൽ നിന്നാണ്. എക്കണോമിക് എൻവയോൺമെന്റ് എന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതുവരെ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമ്മളൊരു സിലബസിന്റെ ഇത് തന്നെയാണ് നമ്മൾ തന്നിട്ടുള്ളത്. ഓരോ ബ്ലോക്കിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്, അത് ഓരോ യൂണിറ്റ് ഏത് യൂണിറ്റ് ആണെന്നും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എത്ര തവണ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട് എന്നുകൂടെ ഇൻക്ലൂഡഡ് ആണ്. അതിന്റെ റെലവൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് അതിന്റെ റെലവൻസ് വരുന്നതെന്ന് കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 1ാമത്തെ ബ്ലോക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് 1ാമത്തെ യൂണിറ്റിൽ നിന്ന് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന്
ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൺസെപ്റ്റ്, ടൈപ്സ്, കോമ്പണൻസ്, സ്കാനിങ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു 12 ടൈംസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈ റെലവൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. ഇനി ഒന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് ഡെമോഗ്രഫി, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൺസ്യൂമറിസം, ഈ ഒരു ടോപ്പിക് 7 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 7 ടൈംസ് ആയതുകൊണ്ട് തന്നെ ഒരു മീഡിയം ആണ് നമ്മൾ ഇതിന് റെലവൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി യൂണിറ്റ് 3യിൽ നിന്നുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അത് 11 ടൈംസ് ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈ റെലവൻസ് ആണ് ഈ ഒരു ടോപ്പിക് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് 4th യൂണിറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ നിന്നുള്ള യൂണിറ്റിൽ നിന്ന് റോൾ ഓഫ് ഗവൺമെന്റും അതുപോലെ തന്നെ പോളിസി സ്ട്രക്ചർ, ഈ ഒരു ടോപ്പിക് 5 ടൈംസ് ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് മീഡിയം റെലവൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ബ്ലോക്കിലോട്ട് പോകുന്ന സമയത്ത് അതിലെ 5ാമത്തെ യൂണിറ്റിൽ നിന്ന് റെഗുലേറ്ററി പോളിസീസ് എന്ന് പറയുന്ന യൂണിറ്റില് 1991 റിഫോംസും അതുപോലെ തന്നെ റെഗുലേറ്ററി ഫ്രെയിംവർക്സ് ഒക്കെ 9 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊരു മീഡിയം റെലവൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ കോർപ്പറേറ്റ് ലോസ് 1 എന്ന് പറയുന്ന 6th യൂണിറ്റിൽ നിന്ന് കമ്പനിയുടെ ലോയും അതുപോലെ തന്നെ SICA അമെന്റ്മെന്റും ആക്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അമെന്റ്മെന്റ് ആക്ടും ചോദിച്ചിട്ടുണ്ട്, അമെന്റ്മെന്റ് ആക്ടും ചോദിച്ചിട്ടുണ്ട്. ഇതൊരു 4 ടൈംസ് ആണ് ഈ ഒരു ടോപ്പിക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലോ റെലവൻസിലാണ് നമ്മളിത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി 7th യൂണിറ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ലോ 2 എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് MRTP ആക്ടും അതുപോലെ തന്നെ അതിന്റെ കോമ്പറ്റീഷൻ ആക്ടും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഈ ടോപ്പിക് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. 10 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. റിപ്പീറ്റഡ്ലി 10 ടൈംസ് ഇത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹൈ റെലവൻസ് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി ലേബർ ലെജിസ്ലേഷൻ എന്ന് പറയുന്ന 8th യൂണിറ്റിൽ നിന്ന് ഫാക്ടറീസ് ആക്ടും വേജും ഇൻഡസ്ട്രിയൽ റിലേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ഈ ഒരു ടോപ്പിക് അങ്ങനെ അധികം ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിന് ലോ റെലവൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ബ്ലോക്കിൽ നിന്ന് യൂണിറ്റ് 9ൽ നിന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ള യൂണിറ്റിൽ നിന്ന് മണി അതുപോലെ തന്നെ ക്യാപിറ്റല്, മാർക്കറ്റ്, അതിന്റെ ഫങ്ഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 5 ടൈംസ് ആയതുകൊണ്ട് തന്നെ മീഡിയം റെലവൻസ് ആണ് നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന 10th യൂണിറ്റിൽ നിന്നും ലിസ്റ്റിങ്ങും അതുപോലെ തന്നെ ട്രേഡിങ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങിയിട്ടുള്ള ഈ ഒരു ടോപ്പിക് 8 ടൈംസ് ഈ ഒരു ടോപ്പിക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം റെലവൻസ് ആണ് നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് യൂണിറ്റ് 11ൽ നിന്ന് റെഗുലേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള യൂണിറ്റിൽ നിന്ന് സെബിയും അതുപോലെ തന്നെ സെബിയുടെ പവർ, സെബിയുടെ ഗൈഡ് ലൈൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിന് തന്നെ 8 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മീഡിയം റെലവൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ് 12 എന്ന ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് ഗവേണൻസ്, ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക് വരുന്നത് കോർപ്പറേറ്റ് ഗവേണൻസും അതുപോലെ തന്നെ ഇൻവെസ്റ്ററിന്റെ ഇതൊക്കെയാണ് വരുന്നത്. പക്ഷെ ഇത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, ക്വസ്റ്റ്യൻ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിറ്റ് നമ്മളൊരു ലോ റെലവൻസ് ആണ് ഈ ഒരു യൂണിറ്റിന് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ബ്ലോക്ക് 4ൽ നിന്ന് യൂണിറ്റ് 30 എന്നുള്ള സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഇക്കണോമി എന്ന യൂണിറ്റിൽ നിന്ന് ഗ്രോത്തും സെക്ടറും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയം റെലവൻസ് ആണ് നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 14 ആയിട്ടുള്ള ഇക്കണോമിക് പ്ലാനിങ്ങിൽ നിന്ന് പ്ലാനിങ്ങിന്റെ പ്രോസസ്സും 5 ഇയർ പ്ലാനും കാര്യങ്ങളൊക്കെ ഒരു 5 ടൈംസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഒരു മീഡിയം റെലവൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് യൂണിറ്റ് 15 ആയിട്ടുള്ള ഇക്കണോമിക് പോളിസീസിൽ നിന്ന് ഇൻഡസ്ട്രിയലും അതുപോലെ തന്നെ ഫിസ്ക്കല്, മോണിറ്ററി പോളിസി തുടങ്ങിയിട്ടുള്ള പോളിസി കാര്യങ്ങളൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. 12 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഇതുവരെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഹൈ റെലവൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നുള്ള യൂണിറ്റ് 16ൽ നിന്ന് നമ്മുടെ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ പോളിസീസ്, ഗ്രോത്ത്, പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. 8 ടൈംസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയം റെലവൻസ് ആണ് നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇക്കണോമിക് റിഫോംസ് എന്നുള്ള യൂണിറ്റ് 17ൽ നിന്ന് നമ്മുടെ LPG, ട്രേഡ്, ഫിനാൻഷ്യൽ റിഫോംസ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക് ഒരു 11 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ റെലവൻസ് ആണ് നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 5ൽ നിന്ന് ഒരു BOP അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ്, എക്സ്ചേഞ്ച് പോളിസി തുടങ്ങിയിട്ടുള്ള ഈ ഒരു യൂണിറ്റിൽ നിന്ന് യൂണിറ്റ് 80ൽ നിന്ന് ബാലൻസ് ഓഫ് പേയ്മെന്റും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് പോളിസിയും FMA ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊരു
9 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മീഡിയം റെലവൻസ് ആണ് നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഗ്ലോബലൈസേഷൻ ആൻഡ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നുള്ള 19th യൂണിറ്റിൽ നിന്ന് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്താണ്, ഗാട്ട് എന്താണ്, ട്രിപ്സ് എന്താണ്, ഗ്ലോബലൈസേഷൻ എന്താണ് തുടങ്ങിയിട്ടുള്ള ഈ ഒരു ടോപ്പിക് 8 ടൈംസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയം റെലവൻസ് ആണ് നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കൊളാബറേഷൻ എന്നുള്ള 20th യൂണിറ്റിൽ നിന്ന് FDI അതുപോലെ തന്നെ FII, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്, അതിന്റെ പോളിസി തുടങ്ങിയിട്ടുള്ള ഈ ഒരു ടോപ്പിക് 5 ടൈംസ് ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട്. 5 ടൈംസ് ആയതുകൊണ്ട് തന്നെ മീഡിയം റെലവൻസ് ആണ് നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്നുള്ള 21th യൂണിറ്റിൽ നിന്ന് നമുക്ക് ടെക്നോളജിക്കൽ പോളിസി അതുപോലെ തന്നെ IPR, ടെക്നോളജി ട്രാൻസ്ഫർ എന്താണ് തുടങ്ങിയിട്ടുള്ള ഈ ഒരു ടോപ്പിക് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പൊക്കോളാം. ഇതുവരെ നമുക്ക് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോ റെലവൻസിനാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അതിന്റെ റെലവൻസും പറയുന്നു. ഓക്കെ, നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PhD നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഫ്രീക്വൻസിനനുസരിച്ച് എത്ര തവണയാണോ ചോദിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് നല്ല ഡാർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ളത് ചോദ്യം കുറവുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ആ ഒരു രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഓരോ ബ്ലോക്കിലും ഏത് യൂണിറ്റിൽ നിന്നാണ് കൂടുതൽ ചോദിക്കുന്നത് നമുക്ക് ഒറ്റയ്ക്ക് നോക്കുന്ന സമയത്ത് തന്നെ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. എത്ര ക്വസ്റ്റ്യൻ വീതമാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി ഈ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നമുക്കൊരു 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. കൂടുതലായിട്ട് നമുക്ക് ചോദിക്കുന്ന 3 ടോപ്പിക്. അതിൽ ഒന്ന് പറയുന്ന കൺസെപ്റ്റ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ആണ്. ഇത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു 12 ടൈംസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇക്കണോമിക് പോളിസീസ് എന്നുള്ള ഒരു ടോപ്പിക്, ഇൻഡസ്ട്രിയൽ, ഫിസിക്കൽ, മോണിറ്ററി ആയിട്ടുള്ള നമ്മുടെ ഇക്കണോമിക് പോളിസീസ്, ഇതും തന്നെ ഒരു ഗ്രേറ്റർ ദാൻ 12 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കേസ് സ്റ്റഡീസ് ആയിട്ടും അതുപോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് ഇക്കണോമിക് റിഫോംസ് എന്നുള്ളൊരു ടോപ്പിക്കും അതും തന്നെ നമുക്കൊരു 11 ടൈംസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം റെലവൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് ഇക്കണോമിക് റിഫോംസ് എന്നുള്ളൊരു ടോപ്പിക്കും വരുന്നത്. ഇനി നമുക്കൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ ആണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെ നമ്മൾ എക്സാം എഴുതണം, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ എഴുതേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ലോങ് എസ്സേ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നോർമലി നമുക്കറിയാം 20 മാർക്സിനായിരിക്കും ലോങ് എസ്സേ ക്വസ്റ്റ്യന് വരുന്നുണ്ടാവുക. അപ്പോൾ ഒരു 400 to 500 വേർഡ്സ് എങ്കിലും നമ്മൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കണം. ഇനി ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മിക്കവാറും 10 മാർക്സിനൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. അപ്പൊ 200 to 250 വേർഡ്സ് എങ്കിലും നമ്മൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കേസ് സ്റ്റഡി അനാലിസിസ് ആണ് നമുക്ക് വരുന്നെങ്കിൽ 10 to 15 മാർക്സിനൊക്കെയാണ് നമുക്ക് നോർമലി കേസ് സ്റ്റഡീസ് കാണാറുള്ളത്. അപ്പൊ ഒരു 250 to 350 വേർഡ്സ് വരെയെങ്കിലും നമ്മൾ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത് എങ്കിൽ അത് മിക്കവാറും 5 മാർക്സിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ അതൊരു 80 വേർഡ്സ് ടു ഒരു 120 വേർഡ്സ് വരെയെങ്കിലും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഈ MCQ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് തുടങ്ങിയിട്ടുള്ള ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 1 or 2 മാർക്സിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. റയർ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പൊതുവേ നമുക്ക് അങ്ങനെ കണ്ടുവരാറില്ല. കുറെ ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണാറില്ല, വളരെ റയർ ആണ്. അഥവാ വരികയാണെങ്കിൽ 1 or 2 മാർക്സിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ പറഞ്ഞതുപോലെ 1 or 2 ലൈൻസിൽ അത് എഴുതിയാലും മതിയാവും. കൂടുതൽ നീട്ടി വലിച്ച് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഈ ക്വസ്റ്റ്യൻ ഫോർമാറ്റിന്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ലോങ് എസ്സേ എത്രത്തോളം എഴുതണം, അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് എത്രത്തോളം എഴുതണം, കേസ് സ്റ്റഡീസ് എത്രത്തോളം നമ്മൾ എഴുതേണ്ടതായിട്ട് വരുന്നുള്ള കാര്യം. നെക്സ്റ്റ് പറയുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ്.
മാർക്ക് ഡിസ്ട്രിബ്യൂഷനകത്ത് ഏകദേശം ഒരു ആവറേജ് മാർക്കാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. നോർമൽ മാർക്ക് അല്ല, ആവറേജ് മാർക്കാണ്. ആവറേജ് മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ 4 സൈക്കിൾ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതുവരെയുള്ളതെന്ന് വെച്ച് നോക്കുമ്പോൾ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് അതിന്റെ ആവറേജ് കണ്ട് ആവറേജ് മാർക്കാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ബ്ലോക്ക് വൈസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് ഇൻട്രൊഡക്ഷൻ ആൻഡ് ബേസിക്സ് എന്നുള്ള ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് ഒരു 20 മാർക്സ്, ആവറേജ് മാർക്ക് 20 മാർക്സിന് വരെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് 20% മാർക്സ് അല്ലെങ്കിൽ 20% തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നത് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നാണ് വരുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ രണ്ടാമത്തെ ബ്ലോക്ക് മെത്തേഡ്സ് ആൻഡ് ടൂൾസ് ആണ്. അത് 28 മാർക്സിനാണ് ചോദിക്കുന്നത്. അതായത് 28% നമുക്ക് രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്ന് വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ബ്ലോക്കിലോട്ട് പോകുമ്പോൾ അപ്ലിക്കേഷൻ ആൻഡ് ഇഷ്യൂസ് എന്നുള്ള ഈ ബ്ലോക്കിൽ നിന്ന് 32%, 32 മാർക്ക് വരുന്നത് എവിടെ നിന്നാണ്? മൂന്നാമത്തെ ബ്ലോക്കിൽ നിന്നാണ്. അപ്പൊ 32% നമുക്ക് എവിടെ നിന്നാണ് വരുന്നത്? മൂന്നാമത്തെ ബ്ലോക്കിൽ നിന്നാണ്. ഇനി നാലാമത്തെ ബ്ലോക്കിലോട്ട് പോകുമ്പോൾ കേസ് സ്റ്റഡീസ് ആൻഡ് എത്തിക്സിൽ നിന്നുള്ള ഒരു ബ്ലോക്കിൽ നിന്ന് 20 മാർക്സിന് ചോദിക്കുന്നുണ്ട്. അപ്പൊ 20% നമുക്ക് വരുന്നത് ഫോർത്ത് ബ്ലോക്കിൽ നിന്നാണ്. നെക്സ്റ്റ് അതിന്റെ ഒരു ട്രെൻഡാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്, ഗ്രാഫിക്കലി കാണിച്ചിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ 2021 മുതൽ ഡിസംബർ 2024 വരെയുള്ള സൈക്കിളിലുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രെൻഡും പാറ്റേണും ഒക്കെ നോക്കിയിട്ട് അനലൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പാറ്റേൺ അതിന് ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ ഒന്നുകൂടെ പറയാണ്. കേസ് സ്റ്റഡീസും അതുപോലെ തന്നെ കേസ് സ്റ്റഡി ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോർമലി നമുക്ക് ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ കണ്ടതിനേക്കാൾ കൂടുതലായിട്ട് ഗ്രാഫ് നോക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കേസ് സ്റ്റഡീസിന്റെ കേസ് വരുന്ന സമയത്ത് നമുക്കത് അതിന്റെ ട്രെൻഡ് നമുക്ക് കൂടുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം 18%ാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എങ്കിൽ ഇപ്പൊ നമ്മൾ എത്തുന്നിരിക്കുന്ന ഒരു 32% നമുക്ക് കേസ് സ്റ്റഡീസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നുണ്ട്. ഇനി ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്ത് നോക്കുന്നത് എങ്കിൽ അതിന്റെ ഒരു വെയിറ്റ് കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം 32% ഒക്കെ നേരത്തെ നമുക്ക് ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അത് വന്ന് കുറഞ്ഞൊരു 22% വരെ ആയിട്ട് അത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് പകരം കേസ് സ്റ്റഡീസ് ക്വസ്റ്റ്യൻസ് വളരെ കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്നാൽ ഷോർട്ട് നോട്ട്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് ഇപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഒരു കുറവും കൂടുതലൊന്നും അതിനകത്ത് കാണാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരു മാറ്റമൊന്നും നമുക്ക് ഷോർട്ട് നോട്ട്സിനകത്ത് വന്നിട്ടില്ല. എന്നാൽ ലോങ് എസ്സേയിലും അതുപോലെ തന്നെ കേസ് സ്റ്റഡിയിലും ആ ഒരു മാറ്റം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു പ്രിപ്പറേഷന്റെ ടിപ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. എങ്ങനെ നമുക്ക് ഒരു ടൈം മാനേജ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓൺ ടൈമിൽ നമുക്ക് എന്നാൽ നല്ല എക്സ്പീരിയൻസ് കൂടി എഴുതണമെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാം. ഒരു 100 മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. 3 മണിക്കൂർ സമയമാണ് നമുക്ക് കിട്ടുന്നത്. 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ 180 മിനിറ്റ് ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു 180നെ എങ്ങനെ നമ്മളിത് ഡിവൈഡ് ചെയ്യണം ഈ ഒരു 100 മാർക്കിന്റെ ക്വസ്റ്റ്യനിലോട്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ കേസ് സ്റ്റഡീസ് വരുമ്പോൾ നമുക്കറിയാം 30 മുതൽ 32 മാർക്കിന് വരെ നമുക്ക് എന്തായിരിക്കും വരുന്നുണ്ടാവുക? കേസ് സ്റ്റഡീസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ കേസ് സ്റ്റഡീസ് എഴുതാൻ വേണ്ടി മാത്രം നമ്മൾ ഒരു 55 മിനിറ്റ്സ് നമുക്ക് അതിനായിട്ട് ചെലവഴിക്കാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നമുക്കൊരു 18 മിനിറ്റ് വീതമാണ് കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഈ ഇങ്ങനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കേസ് സ്റ്റഡീസ് എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. ഈ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോർമലി നമുക്ക് 20 to 24 മാർക്സിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ഒരു 45 മിനിറ്റ്സ് വരെ നമുക്ക് എന്തിനായിട്ട് യൂസ് ചെയ്യാം? നമ്മുടെ ലോങ് എസ്സേക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ലോങ് എസ്സേ ടൈപ്പ് ആണെങ്കിൽ ഒരു 22 മിനിറ്റ്സ് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് അതിന് എടുക്കാനായിട്ട് പറ്റും. ഈ ഷോർട്ട് നോട്ട്സ് ആണ് ചോദിക്കുന്നത് എങ്കിൽ പറഞ്ഞതുപോലെ തന്നെ 26 to 28 മാർക്സിനായിരിക്കും ഷോർട്ട് നോട്ട്സ് ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 55 മിനിറ്റ്സിനകം തന്നെ നമ്മൾ എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 11 മിനിറ്റ്സ് ഒക്കെ നമുക്ക് ഒരെണ്ണത്തിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഈ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻസ് പോലെയുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ 10 മാർക്സിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അത് മാക്സിമം 25 മിനിറ്റ്സിനകം തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 5 മിനിറ്റ്സിനകം ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് 25 മിനിറ്റ്സിനകം അത് കംപ്ലീറ്റ് ആയിട്ട് കാരണങ്ങൾ എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഈ രൂപത്തിലൊന്ന് പ്രത്യേകം പ്ലാൻ ചെയ്ത് എഴുതാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇനി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസും അത് ബ്ലോക്ക് യൂണിറ്റ് വൈസും നമ്മൾ ആ ഒരു ടോപ്പിക് തന്നെ അനലൈസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡിസ്കസ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസും കൂടെ എഴുതാൻ പറഞ്ഞു. 7 times ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് മീൻ ബൈ മോണിറ്ററി പോളിസി
ഡിസ്ക്രൈബ് ഇറ്റ്സ് ഇൻസ്ട്രുമെന്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെന്റ്സും കൂടെ ചേർത്ത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. 6 ടൈംസ് ആണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. Why is foreign capital important for India's economic development? Outline major government policy changes since 1991. 91 മുതൽ ഇങ്ങോട്ടുള്ള മേജർ ആയിട്ടുള്ള ചേഞ്ചസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഇത് ആൻസർ ചെയ്യാനായിട്ട്. 6 ടൈംസ് ആണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, ഡിസ്കസ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ആൻഡ് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. നമ്മുടെ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് കൊണ്ടുപോകുന്ന ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. 5 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ്, അഞ്ചാമത്തേതായിട്ട് പറയുന്നത് ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ. എലാബറേറ്റ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു സെബി. സെബി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് 5 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി ഇൻ ഇന്ത്യ? Why is coordination with the monetary policy important? ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സും ഫിസ്ക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സും ഇൻസ്ട്രുമെന്റ്സും ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് കോർഡിനേറ്റ് ചെയ്തിട്ട് എഴുതുകയും കൂടെ വേണം. നമുക്ക് 5 ടൈംസ് ആണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇക്കണോമിക് റിഫോംസ്. എക്കണോമിക് റിഫോംസിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ് നമ്മളോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ. അതായത് 1991 മുതലുള്ള ഇങ്ങോട്ട് അതിന്റെ ഇമ്പാക്ട് കൂടെ ചേർത്ത് വേണം നമ്മൾ എഴുതാനായിട്ട്. ഇതും തന്നെ നമുക്ക് 5 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, 8th ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ ബാലൻസ് ഓഫ് പേയ്മെന്റ്? വാട്ട് സ്റ്റെപ്പ് ഹാസ് ഇന്ത്യൻ ടേക്ക് ടു അഡ്രസ് BOP പ്രോബ്ലംസ്? ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണെന്ന് എഴുതണം. അതേപോലെ തന്നെ ഇന്ത്യയിൽ അത് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ എടുത്തിട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നും കൂടെ എഴുതണം. അത് 4 ടൈംസ് ആണ് ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, ഡിസ്കസ് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇറ്റ്സ് കോമ്പണൻസ് ഫോർ മാനേജേഴ്സ്. ബിസിനസ് എൻവയോൺമെന്റ് അതിന് സിഗ്നിഫിക്കൻസ് എഴുതണം. അതേപോലെ തന്നെ കോമ്പണൻസും കൂടെ നമ്മളത് മാനേജേഴ്സിനുള്ള അതിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതണം. 4 ടൈംസ് ആണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PhD നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി 10th ആണ് പറയുന്നത് ഡിസ്കസ് ദ റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ഇന്ത്യ. കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ഇന്ത്യയുടെ സിഗ്നിഫിക്കൻസും റോളും എഴുതണം. വാട്ട് മെഷേഴ്സ് ഹാവ് ബീൻ അഡോപ്റ്റഡ് ടു ഇംപ്രൂവ് ഇറ്റ്. അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്നും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. 4 ടൈംസ് ആണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഫ്രീക്വൻസി ടേബിൾ തന്നിട്ടുണ്ട്. അതിനകത്ത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ചോദിച്ച് കാണാനുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് ഏത് ബ്ലോക്കിൽ ഏത് യൂണിറ്റിൽ വരുന്നു എന്നുണ്ട്, എത്ര തവണ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, പിന്നെ ഏകദേശം ആവറേജ് മാർക്ക് എത്ര മാർക്കിനാണ് ഇത് ചോദിച്ചിട്ടുള്ളതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം വരുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതിന്റെ കൺസെപ്റ്റും പ്രോസും കോൺസും ഒക്കെ ചേർത്ത് എഴുതാനായിരുന്നു. ഫസ്റ്റ് ബ്ലോക്കിലെ യൂണിറ്റ് 3യിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. 7 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 12 മാർക്സിനാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ആവറേജ് മാർക്കാണ്, എക്സാക്ട് മാർക്ക് അല്ല തന്നിട്ടുള്ളത്, ആവറേജ് മാർക്കാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് മോണിറ്ററി പോളിസി, അതിന്റെ മീനിങ്ങും ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 4ൽ നിന്നുള്ള യൂണിറ്റ് 15 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 6 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 10 മാർക്സ് ആണ് ആവറേജ് മാർക്കായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഫോറിൻ ക്യാപിറ്റലിന്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ പോളിസി 1991 മുതലുള്ള പോളിസിയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 5ൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 20ൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 6 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആവറേജ് മാർക്ക് വരുന്നത് 10 മാർക്കാണ്. ഇനി SSIs, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്സും അതുപോലെ തന്നെ അതിന്റെ ഇനിഷ്യേറ്റീവ്സും ബ്ലോക്ക് 4ലെ
യൂണിറ്റ് 16 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കിന് തന്നെയാണ് ആവറേജ് മാർക്ക് വരുന്നത്. ഇനി ക്യാപിറ്റൽ മാർക്കറ്റിന്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ സെബിയും, അത് ബ്ലോക്ക് 3 എന്നുള്ള യൂണിറ്റ് 10th-ലും 11th-ലും പറയുന്ന ടോപ്പിക് ആണ്. അത് 5 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 10 മാർക്ക് തന്നെയാണ് അതിന് വരുന്നത്. നെക്സ്റ്റ് ഫിസ്ക്കൽ പോളിസിയിലെ ഒബ്ജക്റ്റീവ്സും അതിന്റെ കോർഡിനേഷനും ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 15-ലാണ് വരുന്നത്. 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 10 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഇക്കണോമിക് റിഫോംസിന്റെ LPGയും അതുപോലെ തന്നെ അതിന്റെ ഇമ്പാക്ട് ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 17-ലാണ് വരുന്നത്. 5 മാർക്സിനാണ് ചോദിച്ചത്. 5 ടൈംസ് ഇത് ചോദിച്ചിട്ടുണ്ട്. 10 മാർക്സിന് തന്നെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ കൺസെപ്റ്റും അതിന്റെ മെഷേഴ്സും ബ്ലോക്ക് 5-ലെ യൂണിറ്റ് 80-ൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 4 ടൈംസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. 10 മാർക്സിന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ബിസിനസ് എൻവയോൺമെന്റിന്റെ സിഗ്നിഫിക്കൻസും അതുപോലെ തന്നെ അതിന്റെ കമ്പോണൻസും ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1 എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 10 മാർക്സിനാണ് ഇത് ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ. ഇനി കോർപ്പറേറ്റ് ഗവേണൻസിന്റെ റോളും മെഷേഴ്സും ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 12 എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കാണ് ആവറേജ്. 10 മാർക്സിനാണ് ഇത് ചോദിച്ചു കാണിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു അഡ്വൈസ് ആണ് നിങ്ങൾക്ക് പറയാൻ നമ്മുടെ ഭാഗത്ത് നിങ്ങൾക്ക് തരാനുള്ള ഒരു അഡ്വൈസ് ആണ് എങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതാം എന്നുള്ളത്. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു 5 മാർക്ക് ഒരു 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് ഒന്ന് യൂസ് ചെയ്യാം. നമ്മൾ എക്സാം എഴുതുന്നതിന് മുമ്പ് എഴുതി അങ്ങ് ആദ്യമേ ക്വസ്റ്റ്യൻ നോക്കി എഴുതി പോകുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് ഇത് നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്യാം. നമ്മൾ എങ്ങനെ എഴുതാം, എന്തൊക്കെ പോയിന്റ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, അപ്പൊ ഏത് രീതിയിൽ നമുക്ക് തുടങ്ങണം, എന്തൊക്കെ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യണം, എങ്ങനെ ഇത് കൺക്ലൂഡ് ചെയ്യണം എന്നൊരു ഔട്ട്ലൈൻ ആദ്യം ഒരു 5 മിനിറ്റിൽ നമ്മൾ മനസ്സിൽ നിന്ന് കാണാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എഴുതി തുടങ്ങാം. എഴുതി തുടങ്ങുന്നത് ഒരു 12 to 15 മിനിറ്റ്സിനകം തന്നെ നമുക്ക് അപ്പോൾ അത് എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു 5 മിനിറ്റ്സ് നമ്മൾ ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ്സിനകം തന്നെ നമുക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. ഈ രൂപത്തിലൊന്ന് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് പുതിയ പോളിസി അപ്ഡേഷൻസും അതുപോലെ തന്നെ സ്റ്റാറ്റിക്സും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാം. പിന്നെ നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കുന്നത് നമുക്കൊരു പ്രോബിലിറ്റിയും അതുപോലെ തന്നെ പ്രോബിലിറ്റി പ്രഡിക്ഷൻ അനാലിസിസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏകദേശം എത്രത്തോളം പ്രോബിലിറ്റി ഉണ്ട് ഈ ഒരു ടോപ്പിക്ക് ചോദിക്കാൻ എന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ ഒരു റെലവൻസും കൂടെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഫസ്റ്റ് ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് എന്നുള്ളൊരു ടോപ്പിക്ക്. അതൊരു 87.5% നമുക്കൊരു ചോദിക്കാനൊരു പ്രോബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു റെലവൻസ് തന്നെ ഹൈ കാറ്റഗറിയിലാണ് നമ്മൾ ഇതിനെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് 4th ബ്ലോക്കിൽ നിന്നുള്ള മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി എന്നുള്ള ഒരു ടോപ്പിക്കിന് 75% അത് ചോദിക്കാൻ ഇനിയും ചാൻസ് ഉണ്ട്. പ്രോബിലിറ്റി നമ്മൾ 75% ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈ ആണ് ഇതിന്റെ കാറ്റഗറിയും വരുന്നത്. ഇനി 4th ബ്ലോക്കിലെ 17th യൂണിറ്റിൽ നിന്നുള്ള ഇക്കണോമിക് റിഫോംസ് LPG പോസ്റ്റ് അതുപോലെ തന്നെ പോസ്റ്റ് 1991 മുതലുള്ളത് 75% ഒരു പ്രോബിലിറ്റി ഉള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഹൈ കാറ്റഗറിയിലാണ് ഇത് ഉൾക്കൊള്ളുന്നത്. പിന്നെ 5th ബ്ലോക്കിൽ നിന്നുള്ള 20th യൂണിറ്റ് എന്നുള്ള ഒരു ഫോറിൻ ക്യാപിറ്റൽ അതുപോലെ തന്നെ FDI പോളിസി, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ പോളിസിയും കാര്യങ്ങളൊക്കെ ഒരു ടോപ്പിക്. അതൊരു 75% പ്രോബിലിറ്റി ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈ കാറ്റഗറിയിലാണ് ഇതും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി 3ാമത്തെ ബ്ലോക്കിൽ നിന്നുള്ള 10ലും 11ലും യൂണിറ്റിൽ ചോദിക്കുന്ന ക്യാപിറ്റൽ മാർക്കറ്റും അതുപോലെ തന്നെ സെബി, ഈ 2 ടോപ്പിക്കുകൾ ഒരു 62.5% പ്രോബിലിറ്റി ഉള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് മീഡിയം കാറ്റഗറിയിലാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി 4th ബ്ലോക്കിൽ നിന്നുള്ള 16th യൂണിറ്റിൽ നിന്നുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ അതൊരു 62.5% പ്രോബിലിറ്റി ഉള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ മീഡിയം റെലവൻസ് ആണ് നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ 1ാമത്തെ ബ്ലോക്കിൽ നിന്നുള്ള 1ാമത്തെ യൂണിറ്റിൽ നിന്ന് ഡയമെൻഷൻസ് ആൻഡ് കോമ്പണൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ളത് 62.5% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് മീഡിയം റെലവൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി 5th ബ്ലോക്കിൽ നിന്നുള്ള 18th യൂണിറ്റ് എന്നുള്ള ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് എക്സിം എന്നുള്ളൊരു ടോപ്പിക്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ടിന്റെ ഒരു ടോപ്പിക്ക് ഒരു 50% ആണ്. അതുകൊണ്ട് തന്നെ മീഡിയം കാറ്റഗറിയിലാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി 3rd ബ്ലോക്കിൽ നിന്നുള്ള 12th യൂണിറ്റിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ഒരു ടോപ്പിക്ക് 50% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രോബിലിറ്റി ഉള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് മീഡിയം കാറ്റഗറിയിലാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി 2nd ബ്ലോക്ക് ആയിട്ടുള്ള 5th യൂണിറ്റ് എന്ന് റെഗുലേറ്ററി പോളിസി ചേഞ്ചസ് 1991 അതിന് ശേഷമുള്ള പോളിസിയെല്ലാം കൂടി 35.5% ചാൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ലോ കാറ്റഗറിയിലാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് ബ്ലോക്ക് എന്നുള്ള 4th യൂണിറ്റിലുള്ള ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്നുള്ളൊരു ടോപ്പിക്. ഇപ്പൊ 25% ആണ് ഇതിനൊരു പ്രോബിലിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ലോ കാറ്റഗറിയിലാണ് ഇതും ഇൻക്ലൂഡ് ചെയ്യുന്നത്.
ഇനി ഫിഫ്ത്ത് ബ്ലോക്ക് എന്നുള്ള 19th യൂണിറ്റിലുള്ള ഗ്ലോബലൈസേഷനും അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും ട്രിപ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടോപ്പിക് 25% ആണ് ചാൻസ് ഉള്ളത്. അതും ലോ കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ ഫോർത്ത് ബ്ലോക്കിൽ നിന്നുള്ള 14th യൂണിറ്റ് എന്നുള്ള ഇക്കണോമിക് പ്ലാനിങ് എന്നുള്ള ഒരു ടോപ്പിക് ഇത് 12.5% ആണ് ഇതിന്റെ പ്രോബിലിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ ലോ കാറ്റഗറിയിലാണ് ഇതും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതാണ് നമുക്കൊരു പ്രോബിലിറ്റി ഡിവിഷനിൽ നമുക്ക് പറയാനുള്ള അത്രയും ടോപ്പിക്കുകൾ കേട്ടോ. ഇനി അത് നമ്മൾ ഈ കണ്ടതിന്റെ ടേബിളിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ് നമ്മൾ ഈ കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 ടൈംസ് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 8 ടൈം നോക്കുന്നത് 7 ടൈംസ് ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ നമ്മളത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പ്രോസും കോൺസും അതുപോലെ തന്നെ കൺസെപ്റ്റ്സിലും അതിന്റെ അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ മോണിറ്റർ ചെയ്തപ്പോൾ തന്നെ ഫിസ്ക്കൽ പോളിസി അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിന്റെ ടൂൾസും റോളും ഇന്റഗ്രേഷനും എല്ലാം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇക്കണോമിക് റിഫോംസ് ചോദിക്കുമ്പോൾ IPG അതുപോലെ തന്നെ പോസ്റ്റും 1991 ശേഷം ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിന് മുമ്പുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഫോറിൻ ക്യാപിറ്റൽ അതുപോലെ തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷനോട് കൂടി തന്നെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. ജസ്റ്റിഫിക്കേഷൻ നോട്ടാണ് ഈ തന്നിട്ടുള്ളത് കേട്ടോ. സെബിന്റെ ഉണ്ട്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഉണ്ട്, പിന്നെ ബിസിനസ് എൻവയോൺമെന്റ് കൺസെപ്റ്റ് ഉണ്ട്, BOP എക്സ്റ്റിംഗ് ഉണ്ട്, അതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട്, പിന്നെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് പോളിസീസ് ഉണ്ട്. അപ്പൊ അത് പ്രീമിയം പോസ്റ്റും 1991 ശേഷം മുമ്പുള്ളതൊക്കെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് കഴിക്കുന്ന സമയത്ത് പോളിസി ഫ്രെയിമിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇതൊക്കെ ഒരു ഡിക്ലൈൻ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ നമുക്കത് റിഫോംസിലേക്ക് ക്വസ്റ്റ്യൻസ്. പിന്നെ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റിന്റെ ഒരു ലിസ്റ്റാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഹൈ പ്രയോറിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത് 70% അതിന്റെ മുകളിലോട്ടും വരുന്നതിന് നമുക്ക് ഹൈ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്, അതുപോലെ തന്നെ മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി, ഇക്കണോമിക് റിഫോംസ്, IPG, അതുപോലെ തന്നെ ഫോറിൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെയാണ് ഹൈ പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പിക്സ്. അപ്പൊ ഇത് പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഫുൾ ലെങ്ത് ആൻസറിന് വേണ്ടിയിട്ട് തന്നെ ഇത് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 15 മിനിറ്റ് ഒക്കെ എടുത്ത് എഴുതുക. പിന്നെ നന്നായിട്ട് തന്നെ കേസ് സ്റ്റഡീസും അതുപോലെ തന്നെ ക്വാളിറ്റി അപ്ഡേഷൻസും അതുപോലെ തന്നെ റീസെന്റ് ഡാറ്റകളൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ ഇത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പിയറിന്റെ കൂടി ഒന്ന് പഠിക്കുന്ന സമയത്ത് നമ്മളൊന്ന് നന്നായി ഉറക്ക വായിച്ചും അവർക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തും നമ്മൾ അവരെ പഠിപ്പിക്കുന്ന പോലെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അതൊന്ന് ക്യാച്ച് ചെയ്ത് നമുക്ക് എക്സാമിന് വരുന്ന സമയത്ത് അത് റീകോൾ ചെയ്തിട്ട് എഴുതാനും സാധിക്കും. അപ്പൊ ഈ രൂപത്തിലൊക്കെ ഇത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി മീഡിയം പ്രയോറിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 40 to 69% വരുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ മീഡിയം പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മുടെ സെബി, ക്യാപിറ്റൽ മാർക്കറ്റ്, അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ബിസിനസ് എൻവയോൺമെന്റൽ കൺസെപ്റ്റ്സ്, കോമ്പണൻസ്, അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ്, ഇതൊക്കെയാണ് നമുക്ക് മീഡിയം പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ പറയുന്ന ടോപ്പിക്കുകൾ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഒരു സ്റ്റഡി ടിപ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ വെച്ചിട്ട് ഡെഫിനിഷൻസ് ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ എക്സാമ്പിൾ ഒക്കെ നമ്മളൊന്ന് കണ്ടെത്തി വെച്ചേക്കാം. അതുപോലെ തന്നെ നമ്മുടെ സമ്മറൈസ് കീ ആർഗ്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടേതായ ഓൺ വേർഡ്സിൽ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ടൊക്കെ ഒന്ന് എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ എഴുതി ശീലിക്കുക എന്നുള്ളതാണ്. ഒരു 5 മിനിറ്റ് ഒക്കെ നമുക്കൊരു 5 മിനിറ്റ് നമ്മളൊരു ഔട്ട്ലൈൻ പറയാനായിട്ട് എന്നിട്ട് നമ്മളത് എഴുതി തുടങ്ങുക. അപ്പൊ നമുക്കത് ഈസി ആയിട്ട് അത് കൺവേ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ലോ പ്രയോറിറ്റി നമ്മൾ പറയുന്നത് 40% വരുന്നതിന് നമ്മൾ ലോ പ്രയോറിറ്റിയിൽ വരുന്നത്
അപ്പൊ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ റെഗുലേറ്ററി പോളിസിയുടെ ചേഞ്ചസ് 1991 അതുപോലെ തന്നെ പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ, അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇക്കണോമിക് പ്ലാനിംഗ്, ഇതൊക്കെ ലോ പ്രയോറിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് നമ്മളൊന്ന് അനോട്ടേറ്റ് ചെയ്ത് അതുപോലെ തന്നെ കീ ഡിഫറൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. പിന്നെ ഒരു ലാസ്റ്റ് മിനിറ്റ്സിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റിവിഷൻ ഷീറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെ റിവിഷൻ നോട്ട്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതിനകത്ത് ഇതും കൂടെ ഒക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം നമുക്കത് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു ടൈം മീൻസ് നമുക്ക് ഹൈ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ ലോ പ്രയോറിറ്റിക്ക് അവസരം കൊടുക്കുക. ആദ്യമേ ഇതന്നെ ലോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഹൈ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് നോക്കാനുള്ള സമയം കിട്ടാണ്ട് വരും. അപ്പോൾ ഹൈ പ്രയോറിറ്റി നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ലോ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസിനുള്ള ഒരു ടൈം കൂടെ നമ്മൾ കണ്ടെത്താം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഒരു നമ്മളായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇനി ഞാൻ തരുന്നത്. ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ 100 മാർക്കിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. 3 മണിക്കൂർ സമയമാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതിയാവും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ ഇൻക്രീസിംഗ് ഇന്റഗ്രേഷൻ ഓഫ് ESG, എൻവയോൺമെന്റൽ, സോഷ്യൽ ആൻഡ് ഗവേണൻസ് മെട്രിക്സ് ഇൻ ബിസിനസ് റിപ്പോർട്ടിംഗ് ഈസ് റീഷേപ്പിംഗ് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി റീഷേപ്പ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ക്രിട്ടിക്കലി അസസ് ഹൗ ESG ഇന്റഗ്രേഷൻ ക്യാൻ ഇൻഫ്ലുവൻസ് ബിസിനസ് സ്ട്രാറ്റജി ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ ബിസിനസ് സ്ട്രാറ്റജി ആയിട്ട് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. അതിന് ക്വസ്റ്റ്യൻ മാത്രമാണത്, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഗിവൺ ദി ഫോളോയിങ് സിനാരിയോ ഡിസ്കസ് ദ എത്തിക്കൽ dilemmas faced by Indian firms when balancing profit motives and environmental sustainability. താഴെ കേസ് തന്നിട്ടുണ്ട്, അതിന്റെ ബേസിലും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. കമ്പനി എ മാനുഫാക്ചേഴ്സ് പാക്കേജ്ഡ് ഫുഡ് ആൻഡ് ഫേസസ് ദ ചോയ്സ് ബിറ്റ്വീൻ യൂസിംഗ് costlier biodegradable packaging or continuing with the single-use plastics, affecting both cost and public perception. ഈ ഒരു കേസ് നോക്കിയിട്ട് അതനുസരിച്ചുള്ള കേസ് സ്റ്റഡിയിൽ വേണം നമ്മൾ സിനാരിയോയിൽ വേണം നമ്മൾ എഴുതാനായിട്ട് കേട്ടോ. അപ്പൊ അത് ഫസ്റ്റ് ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റിലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബിസിനസ് എന്നുള്ള ഒരു യൂണിറ്റിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 20 മാർക്സിനാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് RBI ഹാസ് റീസെന്റ് ഇൻക്രീസ്ഡ് ദ റിപ്പോ റേറ്റ് ബൈ 50 basis points in response to inflationary trends. Explain the meaning of monetary policy and evaluate the likely impact of this rate hike on business borrowing and investment in India using suitable data or hypothetical examples. നമുക്ക് എക്സാമ്പിളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനായിട്ട്. ഇതിലൊരു ബി ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. Compare and contrast the instruments of monetary policy and fiscal policy, highlighting the role each plays during economic downturns. ബ്ലോക്ക് 4 യൂണിറ്റ് 50 എന്നുള്ള മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ടേം എന്താണെന്ന് എഴുതണം, അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാൻ അറിയണം. ഇതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള അപ്ഡേഷനിൽ വരുന്ന ഡാറ്റാസ് ഇൻക്ലൂഡ് ചെയ്ത് തന്നെ ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് റിവ്യൂ ദ evolution of India's economic reform since 1991 with specific reference to liberalization, privatization and globalization. Using the table below, interpret the impact on GDP, growth and poverty rates. അപ്പോൾ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും നമുക്കറിയണം. അതേപോലെ തന്നെ അതിന്റെ GDP ആയിട്ട് അതിന്റെ ഗ്രോത്തിൽ ഇമ്പാക്ട് ഇങ്ങനെ എത്രത്തോളം വരുന്നുണ്ടെന്ന് നമുക്കൊന്ന് ഇത് കണ്ടിട്ട് എഴുതാനും കൂടെ നമുക്ക് മനസ്സിലാവണം. അപ്പൊ നമുക്ക് 1991 മുതൽ 22 വരെയുള്ള തന്നിട്ടുണ്ട്. GDPയുടെ ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ട്, പോവർട്ടിയുടെ റേറ്റും തന്നിട്ടുണ്ട്. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ന്യൂ ചാലഞ്ചസ് ഹാവ് എമർജ്ഡ് ഫോർ ഇന്ത്യൻ ഇൻഡസ്ട്രി ഇൻ ദ പോസ്റ്റ് ഗ്ലോബലൈസേഷൻ ഇറ. അപ്പൊ പോസ്റ്റ് ഗ്ലോബലൈസേഷന് ശേഷം നമ്മുടെ ചാലഞ്ചസ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളതും കൂടെ എഴുതണം. ബ്ലോക്ക് 4 എന്നുള്ള യൂണിറ്റ് 17 ഇക്കണോമിക് റിഫോംസ് എന്നുള്ള ഒരു യൂണിറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 4th question, foreign direct investment inflows reached 1270 billion in 2023, up from 55 billion in 2020. Analyze these factors driving this increase in FDI to Indian and discuss the government's policy measures to encourage FDI since 2020.
അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കിയിട്ട് കേസ് മനസ്സിലാക്കിയിട്ട് ആ പോളിസിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. FDI എന്താണെന്നും അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് എഴുതാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് അതിലെ ബി ക്വസ്റ്റ്യൻ വരുന്നത്, ആസ് എ പോളിസി അഡ്വൈസർ recommended few strategies to address the major hurdles faced by foreign investors in India today. Supporting your answer with the example of data. അത് ബ്ലോക്ക് 5 യൂണിറ്റ് 20 എന്നുള്ളതാണ്. ഫോറിൻ ക്യാപിറ്റലും അതുപോലെ തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് കേട്ടോ. ഈ 5th ക്വസ്റ്റ്യൻ വരുന്നത്, ഇൻ ലൈറ്റ് ഓഫ് റീസെന്റ് റിഫോംസ് ഔട്ട്ലൈൻ ദ കീ ഫങ്ഷൻസ് ഓഫ് ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ റെഗുലേറ്റിംഗ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. അതിലൊരു ബി ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. എ ലിസ്റ്റഡ് കമ്പനി ഈസ് പ്ലാനിംഗ് എ റൈറ്റ് ഇഷ്യൂ യൂസിംഗ് ദ ഡാറ്റ ബിലോ. എക്സ്പ്ലെയിൻ ഹൗ സെബി ഗൈഡ്ലൈൻ വുഡ് അപ്ലൈ ഇൻ ടേംസ് ഓഫ് പ്രൈസിംഗ് ആൻഡ് ഡിസ്ക്ലോഷർ. അപ്പൊ ഷെയറിന്റെ പ്രൈസിങ്ങും അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങളും നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായാൽ മാത്രമേ എന്താണ് സെബിയുടെ ഗൈഡ്ലൈൻസിനകത്ത് ഇതിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിന്റെ പാരാമീറ്ററും അതിന്റെ വാല്യൂ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ വരുന്നത് 120 ആണ്. പ്രപ്പോസൽ റൈറ്റ് പറയുന്നത് 1 ഷെയർ ഫോർ 4 ഹെൽഡ് ആണ്. റൈറ്റ് ഇഷ്യൂ പ്രൈസ് പറയുന്നത് 90 ആണ്. ടോട്ടൽ ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത് 20 lakh ആണ് കേട്ടോ. അപ്പൊ ഇത് യൂണിറ്റ് 10 എന്നും 11 എന്നും വരുന്നതാണ്. 3ാമത്തെ ബ്ലോക്കിലാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് സെബി എന്നുള്ള യൂണിറ്റിൽ നിന്നാണ് വരുന്നത്. 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത്, ക്രിട്ടിക്കലി എക്സാമിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് സെറ്റപ്പ് ബൈ the Indian government to promote small-scale industries, SSI, citing the role of SIDBI, NSIC and state-level agencies. അതുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മളത് എഴുതാനായിട്ട്. അതിലൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. Based on the following data, analyze the distribution of SSI and SSI to GDP and employment. അതിൽ SSIയുടെയും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റിന്റെയും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അത് 25ഉം 20ഉം 22 3 ഇയറിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. നമുക്ക് യൂണിറ്റ് 16 സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലെ ബ്ലോക്ക് 4 നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിട്ടുള്ളത് കേട്ടോ. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ദ കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ഈസ് ഇവോൾവിംഗ് വിത്ത് ഡിജിറ്റലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി ട്രെൻഡ്സ്. ഡിഫൈൻ ദ ഡയമെൻഷൻസ് ആൻഡ് കോമ്പണന്റ്സ് ഓഫ് business environment and analyze their relevance for managers using at least 2 current examples. E-commerce regulations climate risk. നമുക്ക് 2 എക്സാമ്പിൾ സഹിതം എഴുതാനായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ബിസിനസ് എൻവയോൺമെന്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൺസെപ്റ്റ് എന്താണെന്ന് എഴുതിയിട്ട് നമുക്കൊരു എക്സാമ്പിളും കൂടെ ചേർത്ത് വേണം 2 എക്സാമ്പിളും കൂടെ ചേർത്ത് വേണം നമ്മൾ എഴുതാനായിട്ടോ. അതിലൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ക്രാഫ്റ്റ് ആൻഡ് എൻവയോൺമെന്റൽ ത്രെഡ്സ് and opportunities profile ETOP for a startup in India's electric vehicle sector, listing at least 3 threats and 3 opportunities. 3 ത്രെഡും അതുപോലെ തന്നെ 3 ഓപ്പർച്യൂണിറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ഇത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആയിട്ടുള്ള ഡയമെൻഷൻസ് ആൻഡ് ബിസിനസ് എൻവയോൺമെന്റിലെ ക്വസ്റ്റ്യൻ ആണ്. 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ തന്നെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇന്ത്യസ് ബാലൻസ് ഓഫ് പേയ്മെന്റ് showed a current account deficit of ₹67 billion in 2023. Explain the structure of the balance of payment and identify the main policy measures used to address deficit, drawing on recent data or hypothetical scenario. In the hypothetical scenario, when the balance of payment is a question, given the following export and import data, calculate the trade balance for 2022-23 and interpret its indications. അപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ടിന്റെ ഡാറ്റ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കൂടെ എഴുതണം. ഇതിന്റെ ട്രേഡ് ബാലൻസ് എത്രത്തോളം ഉണ്ടെന്ന് കൂടെ നമ്മൾ കറക്റ്റ് ചെയ്യണം, ആൻസർ കണ്ടെത്തണം കേട്ടോ. ഇത് ബ്ലോക്ക് 5 യൂണിറ്റ് 18 എന്നുള്ള ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് എക്സിം എന്നുള്ള ബ്ലോക്ക് എന്നുള്ള യൂണിറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 2 of the following. 4 നോട്ടാണ് തന്നിട്ടുള്ളത്. ഏതെങ്കിലും 2 നമ്മൾ ആൻസർ ചെയ്താൽ മതി. ഫസ്റ്റ് വരുന്നത്, റീസെന്റ് അമെന്റ്മെന്റ്സ് ടു കോർപ്പറേറ്റ് ഗവേണൻസ് ഗൈഡ്ലൈൻസ് ഇൻ ഇന്ത്യ ആൻഡ് ദെയർ ഇമ്പാക്ട് ഓൺ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. അപ്പൊ അതെന്താന്ന് എഴുതണം. അതേപോലെ തന്നെ അതിന് ഇമ്പാക്ട് കൂടെ ചേർത്ത് വേണം എഴുതാനായിട്ട് കേട്ടോ. കോർപ്പറേറ്റ് ഗവേണൻസ് ഗൈഡ്ലൈൻസിൽ വന്നിട്ടുള്ള റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള അമെന്റ്മെന്റിനെ കുറിച്ചിട്ട് എഴുതുക. അതുപോലെ തന്നെ അതിന്റെ ഇമ്പാക്ടും കൂടെ എഴുതണം. നെക്സ്റ്റ്, ചാലഞ്ചസ് ഓഫ് ഇംപ്ലിമെന്റിംഗ് ഫിസ്ക്കൽ കൺസോളിഡേഷൻ ഇൻ ഇന്ത്യ.
ഫിസിക്കൽ കൺസോളിഡേഷന്റെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ചലഞ്ചസ് എന്താണെന്നുള്ളത് എഴുതുക. ഇമ്പാക്ട് ഓഫ് ഗ്ലോബൽ ട്രേഡ് ടെൻഷൻ ഓൺ ഇന്ത്യൻ ബിസിനസ് എൻവയോൺമെന്റ് ഗ്ലോബൽ ട്രേഡിന്റെ ഇമ്പാക്ട് എഴുതുക. നെക്സ്റ്റ് ഡിജിറ്റൽ ഇന്നോവേഷൻ ആസ് എ ഡ്രൈവർ ഓഫ് MSME കോമ്പറ്റിറ്റീവ്നെസ്. അപ്പോൾ ഡിജിറ്റൽ ഇന്നോവേഷനിലെ MSMEയുടെ ഡ്രൈവിംഗ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അത് ഇങ്ങനെ ഈ 4 ടോപ്പിക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും 2 നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഇത് ഏകദേശം എല്ലാ ബ്ലോക്കിൽ നിന്ന് വരുന്നുണ്ട്. കോർപ്പറേറ്റ് ഗവേണൻസ്, ഫിസിക്കൽ പോളിസിന്നും ഗ്ലോബലൈസേഷനും MSME എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 4 ടോപ്പിക്കുകളാണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും 2 എഴുതേണ്ടത്. 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരെണ്ണത്തിന് 10 മാർക്ക് വീതം 20 മാർക്കാണ് ടോട്ടൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ആൻസേഴ്സ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.